ഇന്ത്യയിലെ നമ്പർ 1 ഹണിമൂൺ ഡെസ്റ്റിനേഷനായിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് മണാലി. അപ്പം ഞങ്ങൾ വിചാരിച്ചു മണാലിയിലേക്ക് തന്നെ ഒരു ഹണിമൂണിന് പോകാമെന്ന്. ആദ്യം ഒരു ഫ്ലൈറ്റിൽ കയറിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പോയി കാണാം. സോ ആ വീഡിയോയിൽ ഞങ്ങൾ ഡൽഹി വരെ എത്തി വിശേഷങ്ങളാണ് ഇട്ടിട്ടുള്ളത്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡൽഹി ടു മണാലി നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ അവിടുത്തെ നടന്ന വിശേഷങ്ങൾ, ഞങ്ങൾ ഡൽഹിയിൽ എവിടെയൊക്കെ പോയി, എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ ഞാൻ പറയാം. ജനുവരി 10 രാവിലെ ഞങ്ങൾ ഡൽഹിയിലെത്തി. കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഡൽഹിയിലെത്തി ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്ര ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ നോർമൽ ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര തണുപ്പ്, ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ മണാലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്വെറ്റേഴ്സൊന്നും അധികം വാങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾ ഡൽഹിയിലെത്തിയിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ കയ്യിലുള്ള ഒരു സ്വെറ്റ് ഷർട്ട് എടുത്തിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇക്കൊരു ഹുഡിയും ഞാനൊരു സ്വെറ്റ് ഷർട്ടും എടുത്തിട്ടു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ മെട്രോയിലാണ് പോകാമെന്ന് വിചാരിച്ചത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ മെട്രോ ഉണ്ട്. സോ ഞങ്ങൾ മെട്രോയിൽ കയറി അവിടെ നിന്ന് നേരെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ ഞങ്ങളുടെ കയ്യിൽ ഡൽഹി കറങ്ങാൻ വേണ്ടി 2 ദിവസമാണുള്ളത്. ജനുവരി 10 രാവിലെ ഞങ്ങൾ എത്തി. സോ 10 ഫുൾ ഡേയും 11 വൈകുന്നേരം 6 മണി. വൈകുന്നേരം 6 മണിക്കാണ് ഞങ്ങൾക്ക് മണാലിയിലേക്ക് പോകാനുള്ള വോൾവോ ബസ് വരിക. സോ ഞങ്ങൾ അന്ന് 6 മണിക്ക് ഉള്ളിൽ വോൾവോ സ്റ്റേഷനിൽ എത്തണം. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ ഞങ്ങൾ ആദ്യം നേരെ പ്ലാൻ ചെയ്തത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു സ്റ്റേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ട്രെയിൻ വഴി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സ്റ്റേഷൻ്റെ അടുത്ത് സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റേഷൻ്റെ അടുത്തൊരു സ്റ്റേ നോക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഇതൊന്നും നമ്മുടെ ഒരു പാക്കേജിൽ വരുന്ന കാര്യങ്ങളല്ല. ഡൽഹി യാത്ര ഞങ്ങളുടെ സ്വന്തം പ്ലാനിങ്ങും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളും മാത്രമായിരുന്നു. ഞാൻ സ്വപ്നം കണ്ട ഡൽഹിയൊന്നും ആയിരുന്നില്ല ഞാൻ നേരിട്ട് കണ്ടപ്പം. ഞാൻ ആ സ്റ്റേഷൻ്റെ സൈഡ് ആയതുകൊണ്ടായിരിക്കും എനിക്കൊരു പ്രത്യേക കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഞങ്ങൾ പെട്ടെന്നൊരു സ്റ്റേ കണ്ടുപിടിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ നേരെ താജ്മഹൽ കാണാൻ പോകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. ഇവിടെ നിന്നാകെ ഒരു 2 hours ട്രെയിൻ യാത്രയൊക്കെ മാക്സിമം ഉള്ളൂ. അപ്പം ഞങ്ങൾ വന്നിറങ്ങിയ അനുസരിച്ച് 11 മണിക്കാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ ഉള്ളത്. സോ ഞങ്ങൾ 11 മണിയുടെ ട്രെയിൻ കയറിയ ഒരു 2 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണി 2 മണി മാക്സിമം അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തി. താജ്മഹലും കണ്ട് അതിന് അടുത്തുള്ള ആഗ്ര ഫോർട്ടും കണ്ടിട്ട് വരാമെന്നുള്ളായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ ഞങ്ങൾ 11 മണിക്ക് ട്രെയിൻ കയറി. നോർത്ത് ഇന്ത്യയിലെ ഒരു ട്രെയിൻ യാത്ര ഇത്ര ട്രാജഡി ആയിരിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി താജ്മഹലിലേക്കുള്ള ടിക്കറ്റൊക്കെ ഞങ്ങൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾ എടുത്തില്ല. കാരണം നമ്മൾ വരുന്നത് ഏത് സമയമാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തില്ല. ഞങ്ങൾ അതുകൊണ്ട് ജനറലി പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഇക്ക പറഞ്ഞു, വാടി നമുക്ക് ഇറങ്ങാം, നമുക്ക് താജ്മഹലൊന്നും കാണണ്ട. കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഒരു സ്മെല്ലും, ആൾക്കാരാണെങ്കിൽ തറയിൽ കിടക്കുന്നു ഇരിക്കുന്നു, ഞങ്ങൾക്കൊന്നും കാല് കുത്താൻ പോലുള്ള സ്ഥലം അവിടെ ഇല്ല. അപ്പം ഞാൻ വെച്ചു, ഓക്കെ 2 മണിക്കൂറല്ലേ, നമുക്ക് എന്തായാലും താജ്മഹൽ കാണാം, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, നമുക്ക് കണ്ടിട്ട് പോകാന്നുള്ള ഇത് കാരണം ഞാൻ നിർബന്ധം കാരണം പിടിച്ചു വെച്ചിരുന്നു. അവസാനം ഈ ട്രെയിൻ 11 മണിക്ക് കയറിയ ട്രെയിൻ നിർത്തിയിട്ട് ഞങ്ങൾ ആ 4 മണി ഉച്ചയ്ക്ക് 3 മണിയായിട്ട് പോലും നമ്മളവിടെ എത്തിയിട്ടില്ല. ഞങ്ങളാകെ കരയാറായി ആ ഒരു അവസ്ഥ. കാരണം അത്രയ്ക്ക് സ്മെല്ലും കാര്യങ്ങളും എല്ലാം കൂടെ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വിശപ്പും ദാഹവും ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ കുളമായല്ലോ എന്ന് ആകെ അങ്ങ് സങ്കടമായി. ഞങ്ങൾ അവസാനം അവിടെ നിന്ന് 5 മണിയായി ഞങ്ങൾ ആ സ്റ്റേഷനിൽ വന്നിറങ്ങാം. 2 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഞങ്ങൾ 11 മണിക്ക് കയറിയിട്ട് വൈകുന്നേരം 5 മണിക്ക് ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങുന്നത്. അവസാനം ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് താജ്മഹൽ കാണാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ പറഞ്ഞു, താജ്മഹൽ നേരത്തെ അടയ്ക്കും, 5 മണിക്ക് അടച്ചു, സോ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെങ്കിൽ ശരി പുറത്തുനിന്ന് അവസാനം ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയാം. സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ അടുത്തുള്ള ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി. ആഗ്ര ഫോർട്ട് കണ്ടു, അതും ഗേറ്റ് അടച്ചു. ഞങ്ങൾ പുറത്തു നിന്നാണ് ജസ്റ്റ് 2 ഫോട്ടോ എടുത്തത്. ഞങ്ങൾ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ആ പുള്ളിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വോൾവോ ബസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. പുള്ളി ഞങ്ങളെ ഒരു വോൾവോ സ്റ്റാൻഡിൽ കൊണ്ട് ആക്കി. അവിടെ ഞങ്ങൾ ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് ഒരു 500 വെച്ച്, അത് ഞങ്ങൾക്ക് 1000 രൂപയായി. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ട്രെയിൻ നോക്കി നിന്നാൽ പിറ്റേ ദിവസത്തെ പ്ലാൻ കൂടി കൊള്ളാവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ വോൾവോ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബസ് കയറി. ബസ് കയറുന്ന വരെ ഞങ്ങൾക്ക് ഒരു സമയമില്ല. കാരണം ഞങ്ങൾ രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഒരു ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്രയും ആ ഒരു ട്രെയിനിൽ സത്യം പറഞ്ഞാൽ കരയണോ ഇറങ്ങി ഓടണോ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ പോലും എനിക്ക് സ്ഥലം കിട്ടില്ല. എനിക്ക് 4 മണി ഇക്കാകെ ഇരിക്കാൻ സ്ഥലം കിട്ടിയെങ്കിലും ഇക്ക അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് സഫക്കേഷൻ കാരണം എണീറ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു. കാരണം അത്രയ്ക്ക് ഒരുമാതിരി ഒരു വല്ലാത്തൊരു അവസ്ഥയുള്ള ട്രെയിൻ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം വോൾവോയിൽ കയറി. പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാൻ പോലും തോന്നില്ല. കാരണം ഡൽഹിയുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ
ഏരിയ എന്ന് പറയുന്നത് അത്ര അസഹനീയമായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു KFC കണ്ടുപിടിച്ച് അവിടെ സ്റ്റേഷന് തന്നെ അടുത്തൊരു KFC ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോയിട്ട് KFC ഓർഡർ ചെയ്ത് റൂമിൽ വന്ന് കഴിക്കാന്നുള്ള മൈൻഡ് ആയിരുന്നു. കാരണം രാത്രി ഒരുപാട് ആയിരുന്നു. റൂമിൽ വന്നപ്പോഴാണ് അടുത്ത ട്രാജഡി. ഇത് അവരുടെ ഒരു ചാറ്റ് മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു KFCയിൽ. അത് എങ്ങനെ തിന്നും, അതും തിന്നാൻ പറ്റത്തില്ല. പിന്നെ വിശപ്പുള്ളത് കാരണം പിന്നെ എങ്ങനെയൊക്കെ തിന്നിട്ട് ആ ഒരു ദിവസം ഞങ്ങൾ അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഒരു വല്ലാത്തൊരു ദിവസമായിപ്പോയി. സോ നിങ്ങൾ ആരെങ്കിലും ഡൽഹിക്ക് പോകുന്നുണ്ടെങ്കിൽ താജ്മഹൽ കാണാൻ പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വോൾവോ ബസ്സോ വേറെ എന്തെങ്കിലും കാറോ റെന്റൽ കാറോ ഒക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞങ്ങളുടെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. സ്കൂൾ കോളേജിലൊക്കെ ടൂർ പോയതുപോലെ അല്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോയപ്പോൾ അന്ന് മനസ്സിലായി. വീട്ടിൽ നിന്നാണെങ്കിൽ വിളിച്ചിട്ട് വഴക്ക് പറയുന്നു, നിങ്ങൾ കൊച്ചു പിള്ളേരെ പോലെ പോയി എന്തിനാ, ഒരു പ്ലാനിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കും കേട്ടു. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. സോ ബാക്കി വിശേഷങ്ങൾ ഡൽഹി സെക്കൻഡ് ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം. അപ്പോൾ അതുവരേക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.